Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഒരു ഡോക്ടർ ആണെങ്കിൽ ഡോമർ പയ്യന് ഒരു സ്പെഷ്യൽ പവർ കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡോമർ പയ്യനാണെങ്കിൽ വേദന കൊണ്ട് അങ്ങനെ നിലവിളിക്കും. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ആ കറോഗറി വില്ലൻ അവൻ ആൽഫാർ വണ്ണിനെ തന്നെ അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ ആൽഫാർ വണ്ണിനോട് പറയും, ഡോക്ടറിന്റെ കയ്യിൽ ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്, ഓക്കെ പറയുകയാണെങ്കിൽ ആ ഒരു പവർ അത് ഞാൻ വാങ്ങിക്കാന്ന് പറയും. പക്ഷെ ഇപ്പൊ കുറോഗറി അവൻ ജയിലിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പവർ ഇപ്പൊ ഡോമറിന് കൊടുക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ 2 മാസത്തിന് മുൻപിലുള്ള മറ്റൊരു സീൻ കാണിക്കുകയാണ്. ലീഗ് ഓഫ് വില്ലൻസ് ആണെങ്കിൽ ഇപ്പൊ കാട്ടിലേക്ക് കടന്നു വരും. ആ സമയത്ത് ആൽഫാർ വൺ അത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു കാട്ടുവാസി അവൻ അങ്ങനെ പുറത്തേക്ക് വരികയാണ്. നിലത്തൊരൊറ്റ അടി അടിച്ച ആ അടിയുടെ പവറിൽ അവിടെ മുഴുവൻ തകർന്നില്ലാതാവും. ആണെങ്കിൽ ഒരുപാട് ദേഷ്യത്തിലും വിഷമത്തിലും അങ്ങനെ പൊട്ടിക്കരഞ്ഞ് അവിടെ മുഴുവൻ തകർക്കുകയാണ്. കാരണം ഇവൻ ആൽഫാർ വണ്ണിന്റെ ബോഡി ഗാർഡാണ്. അദ്ദേഹത്തോട് ഒരുപാട് സ്നേഹവും കടപ്പാടും ഉള്ള ഇവനാണെങ്കിൽ ആ ഒരു കാര്യം താങ്ങാനായിട്ട് കഴിയില്ല. ഇവൻ ആരുടെ കണ്ണിൽ പെടാതിരിക്കാനാണ് ആൽഫാർ വൺ ഇവനെ ഈ ഒരു കാട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ലീഗ് ഓഫ് വില്ലൻസ് ആണെങ്കിൽ അവനെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ അവനാണെങ്കിൽ അവരെ തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഉടനെ ഡാബി ആണെങ്കിൽ ഇവനോട് സംസാരിച്ചതിന്റെ കാര്യമില്ല, ഇവൻ അറ്റാക്ക് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞ് ഫയർ പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യും. അവനാണെങ്കിൽ ഈസി ആയിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്ത് അവർക്ക് നേരെ ഓടി വരും. അത് കണ്ട് അവർ ഞെട്ടും. 10 നിമിഷം ആ മൊട്ട ഡോക്ടർ ആളാണെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ച ആൽഫാർ വണ്ണിന്റെ വോയിസ് അത് ഇപ്പൊ അവനെ കേൾപ്പിക്കുകയാണ്. ആ വോയിസ് കേൾക്കേണ്ട താമസം അവനാണെങ്കിൽ പതിയെ കൂൾ ഡൗൺ ആവും. 10 നിമിഷം അവരുടെ വായിലൂടെ ആ കറുപ്പ് കളർ പവർ പുറത്തേക്ക് വന്ന് അവർ ടെലിപ്പോർട്ട് ആവുകയാണ്. ഡോമറിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ. ആണെങ്കിൽ ടെലിപ്പോർട്ടായ ആ ഒരു സ്ഥലം ചെക്ക് ചെയ്യും. അവിടെയാണെങ്കിൽ ഒരുപാട് നോമോസിനെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ നോമോസിനെ കൊണ്ട് ഇപ്പോ ഈ പവറുകളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നു. അപ്പൊ ദൂരത്തായിട്ട് കപ്പടാ മീശക്കാരൻ മൊട്ടത്തലയൻ ഡോക്ടറിനെ കാണും. ആളാണെങ്കിൽ ഇപ്പൊ ഡോമറിനോടും ടീമിനോട് പറയും, ഇത് മുൻപ് കണ്ട ആ ഒരു നോമോസിനെ പോലെയുള്ള നോമൂസുകളല്ല, ഇവറ്റകൾ വളരെ ഡിഫറെന്റ് ആണ്, ഒരുപാട് പവറുകളും കൂടുതലാണ്. മാത്രമല്ല ഡോമർ, എനിക്ക് നിന്നെ വളരെ മുൻപ് തന്നെ നന്നായിട്ട് അറിയാമെന്ന് ഡോക്ടർ ആണെങ്കിൽ ഇപ്പോൾ ഡോമറിനോട് പറയും. ഈ ഒരു ഡോക്ടറും ആൽഫാർ വണ്ണിന്റെ ഒരു അസിസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സെർവന്റ് ആണ്. അവരാരും ഇദ്ദേഹത്തിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്രകാരം പ്ലാൻ ചെയ്ത് ടെലിപ്പോർട്ട് ചെയ്ത് അവരെ എല്ലാവരും ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ആ ഡോക്ടർക്കാണെങ്കിൽ ഡോമർ പയ്യനെ പൂർണ്ണമായിട്ടും വിശ്വാസമില്ല. കാരണം അവനൊരു ചെറിയ പയ്യനാണ്. സോ അവനെടുക്കുന്ന തീരുമാനം അത് എത്രത്തോളം സ്ട്രോങ് ആയിരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ആക്ച്വലി പൂർണ്ണമായിട്ട് വിശ്വാസം ഇല്ല എന്നല്ല, പക്ഷെ അവനിൽ ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്. ചെറുപ്പത്തിൽ അവനെ കൂട്ടിക്കൊണ്ടുവന്നത് സാക്ഷാൽ ആൽഫാർ വൺ ആണ്. ഡോമർ ആണെങ്കിൽ ഒരു സെക്കൻഡ് ആ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ആരുമില്ലാതെ ഒറ്റപ്പെട്ടിരുന്ന ആ സമയത്ത് ആൽഫാർ വൺ ആണ് അവന്റെ അടുത്തേക്ക് വന്നതും അവനെ ചേർത്ത് പിടിച്ചതും. നിനക്ക് ആരൊക്കെ ഇല്ലെങ്കിലും നിന്നോടൊപ്പം ഞാനുണ്ട്, ഇന്നു മുതൽ ഒറ്റയ്ക്കല്ല നിന്നോടൊപ്പം ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിക്കും. അത്രയും കാലം ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന അവന് അതൊരു വലിയ ആശ്വാസവും സാന്ത്വനവും തന്നെയായിരുന്നു. ആൽഫാർ വൺ ആണെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ട് അവന്റെ വീട്ടിലേക്ക് വരികയാണ്. അവനാണെങ്കിൽ ആൽഫാർ വണ്ണിനോട് നിങ്ങൾ എനിക്ക് എന്താണ് പഠിപ്പിച്ചു തരാൻ പോകുന്നതെന്ന് ചോദിക്കും. അതിന് ആൽഫാർ വണ്ണും പറയും, ഞാനല്ല, ഈ ഡോക്ടറാണ് നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനും ചെയ്യിപ്പിക്കാനും പോകുന്നെന്ന് പറയും. അന്ന് ആദ്യമായിട്ടാണ് ആ കപ്പടാ മീശക്കാരൻ മൊട്ടത്തലയൻ ഡോക്ടറിനെ അവൻ കാണുന്നത്. ആ ഡോക്ടർ ആണെങ്കിൽ അവനോട് പറയും, നിന്നോടൊപ്പം ഉണ്ടായിരുന്നവരെ എല്ലാവരെയും കൊന്നത് നീയാണ്, അവരുടെ കൈകളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് അവന് കാണിച്ചു കൊടുക്കും. അവനെ കൊണ്ടാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. അത് കണ്ട് ഛർദ്ദിച്ച് അവൻ താഴേക്ക് വീഴും. പിന്നെ പതിയെ പതിയെ ഡോമർ പയ്യനാണെങ്കിൽ അവരുടെ അണ്ടറിലാവുകയാണ്. ആ കൈകളെല്ലാം അവന്റെ ദേഹത്ത് തന്നെ അവൻ വെച്ച് പിടിപ്പിക്കും. എനിക്ക് ഈ ലോകത്തെ തന്നെ കീഴടക്കണം, അവരെ എന്റെ വിരൽത്തുമ്പിൽ കൊണ്ടുവരണമെന്ന് അവനാണെങ്കിൽ ടെററായിട്ട് ഡോക്ടറിനോട് പറയും. ഡോക്ടർ ആണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ഡോക്ടർ ആണെങ്കിൽ എല്ലാവരോടും പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്പെഷ്യൽ എബിലിറ്റിയും പവറും ഞാൻ തരാൻ പോവുകയാണ്. പക്ഷെ അതിനു മുൻപ് ആദ്യം പവറുകൾ സ്വീകരിക്കാൻ മാത്രം നിങ്ങൾ കേപ്പബിൾ ആണ്, അത്രയധികം സ്ട്രോങ് ആണ് നിങ്ങളെന്ന് തെളിയിക്കണം. എങ്കിൽ മാത്രമേ ആ പവർ നിങ്ങൾക്ക് തരൂ. തീർച്ചയായിട്ടും ആ പവർ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. നിങ്ങൾ അതിന് ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം, ആ ഒരു ട്രൈബൽ മാൻ അവനെ പിടിച്ചുകൊണ്ട് വരണം. അത് കേട്ട് ചിലരാണെങ്കിൽ അതിന് തയ്യാറാവും. പക്ഷേ ബാക്കി ചിലർക്ക് ഭയം തോന്നും. കാരണം അവന് ഭയങ്കര പവറാണ്. ഫയർ പവർ ഉപയോഗിച്ചിട്ട് പോലും കൊണ്ട് അവനെ തോൽപ്പിക്കാനോ നിയന്ത്രിക്കാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. സോ ഇനിയും ഒരു ഫൈറ്റ് ഉണ്ടായാൽ മിക്കവാറും അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവും. പോകാനായിട്ട് തയ്യാറായ കുറച്ചു പേരുടെ കയ്യിൽ ഒരു സ്പെഷ്യൽ ഡിവൈസ് കൊടുക്കും. നിങ്ങൾ അവനെ പിടിച്ചതിന് ശേഷം ഈ ഡിവൈസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഞാൻ നിങ്ങളെ വീണ്ടും ടെലിപ്പോർട്ട് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാമെന്ന് ഒരു ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ അവരോട് പറയും. അവരാണെങ്കിൽ അതിന് സമ്മതിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഡോക്ടർ പറഞ്ഞ പ്രകാരം അവരാണെങ്കിൽ ആ ഒരു ട്രൈബൽ മാൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ആ ട്രൈബ് മാൻ ആണെങ്കിൽ യാതൊരു കൂസലുമില്ല. അവനാണെങ്കിൽ ഇപ്പോഴും ആ ഒരു റെക്കോർഡർ അതിൽ ആൽഫാർ വണ്ണിന്റെ ശബ്ദം അത് കേട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയം അവിടേക്ക് വന്ന ലീഗ് ഓഫ് വില്ലൻസിലെ സോൾജിയേഴ്സ് അവരാണെങ്കിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. പച്ചത്തലേനും ആ പെണ്ണും അവർ രണ്ടുപേരും മാത്രം ഫൈറ്റൊന്നും ചെയ്യാതെ ദൂരേക്ക് മാറി നിന്ന് നടക്കുന്ന ഫൈറ്റൊക്കെ നോക്കും. ഫൈറ്റ് ആണെങ്കിൽ മണിക്കൂറുകൾ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് മാസങ്ങളോളം നീണ്ടു നിൽക്കും.
ലീഗ് ഓഫ് വില്ലൻസിന്. അവരാണെങ്കിൽ ഫൈറ്റ് ചെയ്യുന്തോറും ഇപ്പോ ആ ഒരു ട്രൈബൽ മാന്റെ സൈസ് അതങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. അവരിടയ്ക്കിടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പോ ഷിഫ്റ്റ് ബേസിലാണ് ഫൈറ്റ് ചെയ്യുക. പക്ഷേ ടോമറിന് മാത്രം ഒന്നും എടുക്കാൻ കഴിയാതെ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ട്രൈബൽ മാൻ ആണെങ്കിൽ ഒരു ദിവസം 3 മണിക്കൂർ മാത്രമാണ് ഉറങ്ങുക. അതിനുശേഷം അവൻ നിർത്താതെ ഫൈറ്റ് ചെയ്യും. ടോട്ടലായിട്ട് ഫൈറ്റ് നോക്കി നിരുന്ന 2 പേരെ കാണിക്കും. ആ പച്ചത്തലയനാണെങ്കിൽ ആ ലൂസ് പെണ്ണിന് ഇപ്പൊ പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തിരിക്കുകയാണ്. അവളാണെങ്കിൽ ഹാപ്പി ആയിട്ട് പറയും, ആ നോമു പയ്യന്റെയും ഇസുക്കു പയ്യന്റെയും ഒക്കെ ബ്ലഡ് അത് കുടിക്കാനാണ് ഞാൻ ആകാംക്ഷയോട് കൂടെ കാത്തിരിക്കുന്നത്. അവരുടെ പവറും എനിക്ക് അബ്സോർബ് ചെയ്തെടുക്കണമെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ഫൈറ്റിനാണെങ്കിൽ ഇപ്പൊ ചെറിയൊരു ബ്രേക്ക് കിട്ടിയിരിക്കുകയാണ്. ആ ഒരു ട്രൈബൽ മോൺസ്റ്റർ അവൻ എപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് നോക്കി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരും ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് സമയമായി കഴിഞ്ഞു. ആ ഡോമർ പയ്യനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അവനെ തോൽപ്പിക്കുന്ന ഘട്ടത്തിൽ എത്തിയതാണ്. പക്ഷേ അവൻ ഞൊട്ടിയടയിൽ ഡോമറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങനെ തെന്നി മാറിപ്പോയി. ആ സമയം 2 പേര് പരസ്പരം സംസാരിക്കുകയാണ്. അപ്പോഴാണ് അതിലൊരാൾക്ക് ഒരു കോള് വരിക. ലീഗ് ഓഫ് വില്ലൻസിലേക്ക് ആളെ ചേർക്കുന്ന ആ ഒരു ബ്രോക്കർ അവനാണ് ഇപ്പോൾ അവനെ കോണ്ടാക്ട് ചെയ്യുക. ആ ബ്ലാക്ക് മാൻ ആണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്ത് ഇപ്പൊ ദേഷ്യപ്പെട്ട് ചോദിക്കും, നിന്നെ ഞാൻ എത്ര തവണ കോൾ ചെയ്തു, നീ എന്തുകൊണ്ടാണ് കോൾ എടുക്കാത്തത്? അതിന് ഓപ്പോസിറ്റ് ഉള്ളവൻ പറയും, ഐ എം സോറി, ഞങ്ങളാണ് ഇതിന് കാരണക്കാരൻ, അവനല്ല. സോ ബ്രോക്കർ അല്ല ഇപ്പൊ ഓപ്പോസിറ്റ് സംസാരിക്കുന്നതെന്ന് ആ ബ്ലാക്ക് മാന് മനസ്സിലാവും. അവിടെ എന്തോ ഒന്ന് കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് അവർ പതിയെ തിരിച്ചറിയും. ബ്ലാക്ക് മാൻ ആണെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. ഉടനെ അവനാണെങ്കിൽ ന്യൂസ് കാണാനായിട്ട് പറയും. ന്യൂസിൽ ഇപ്പൊ ആരൊക്കെയോ ഒരുപാട് പേരുടെ വിരലുകൾ അതങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണെന്നുള്ള ന്യൂസ് വരികയാണ്. ഇപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ആളെ കാണിക്കും. ആ മൂക്ക് നീണ്ടവൻ അവൻ മെറ്റാലിക് ലിബറേഷനിലെ ഒരു ടീം ഹെഡാണ്. ബ്ലാക്ക് മാൻ ആണെങ്കിൽ ബ്രോക്കർ എവിടെയും ചോദിക്കും. അതിന് ആ മൂക്ക് നീണ്ടവൻ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവനെ കൊന്നിട്ടില്ല, ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പവർ അത് കൂട്ടിയെടുക്കുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് തടസ്സമായിട്ടും കരിയറായിട്ടും നിൽക്കുന്നവരെ ഞങ്ങൾ തുടച്ചു നിൽക്കും. അതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ 100% പവർ അത് അവരെ കൊണ്ട് റിലീസ് ചെയ്യിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ബ്ലാക്ക് മാനും ടീമിനും ആണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നീ പറയുന്നത് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മര്യാദയ്ക്ക് ബ്രോക്കർമാൻ അയച്ചുവിട്ട് അവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറയും. അതിന് ബ്രോക്കർ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല, ഞങ്ങൾ ഇവനെ അഴിച്ചുവിടാനായിട്ട് പോകുന്നില്ല. ബ്രോക്കർ പയ്യന്റെ കയ്യിൽ ഒരുപാട് ക്ലയൻസ് ഉണ്ട്. അതിന് ഡീറ്റെയിൽസ് ഞങ്ങൾ ചോദിച്ചു, പക്ഷെ അവൻ പറയാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് അവന്റെ ഓരോരോ വിരലുകളായിട്ട് ഞങ്ങൾ അതൊരു കാരണവും കാണിക്കാൻ ഞങ്ങൾ മുറിച്ചെടുത്ത് ഓരോ ഭാഗത്ത് വലിച്ചെറിഞ്ഞത്. വില്ലൻസ് അവരെങ്ങനെയാണ് ഒന്ന് ചേർന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ലിബറേഷൻ ബാരിയേഴ്സ് അതിനെ കഴിഞ്ഞ സ്പീഡിൽ ഒന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവനും 1,16,636 പേര് ഇപ്പൊ ഞങ്ങളുടെ ടീമിൽ അംഗങ്ങളായി കഴിഞ്ഞു. വളരെ റാപ്പിഡ് ആയിട്ടാണ് ഞങ്ങളുടെ വളർച്ച. ലീഗ് ഓഫ് വില്ലൻസിനെ വളരെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ ഇപ്പൊ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് അവൻ ഹായ് ആയിട്ട് പറയും. അത് കേട്ട് ബ്ലാക്ക് മാൻ ആണെങ്കിൽ ആ ഫോൺ എടുത്ത് വലിച്ചെറിയും. അവനാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല, സാറ്റലൈറ്റ് ഉപയോഗിച്ച് നിങ്ങളെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ഈ കാര്യം എൻഡവർ, ക്രസ്റ്റ് അങ്ങനെയുള്ള സൂപ്പർ ഹീറോസിനോട് പറയുകയാണെങ്കിൽ ഞൊട്ടിയടയിൽ നിങ്ങളുടെ അടുത്തേക്ക് അവർ പാഞ്ഞെത്തും, നിങ്ങളെ അവർ കീഴ്പ്പെടുത്തും. നിങ്ങൾക്ക് ഞാൻ 1 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ ലീഗ് ഓഫ് വില്ലൻസിനെ എല്ലാവരും ആ ഒരു ഡേക്ക സിറ്റിയിലേക്ക് വരണം. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ ബ്രോക്കറിനെ റിലീസ് ചെയ്യുകയുള്ളൂ. 1 മണിക്കൂർ മാത്രമാണ് നിങ്ങളുടെ മുൻപിലുള്ള സമയം. അതിനുള്ളിൽ ഇവിടേക്ക് വന്ന് ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയാണെങ്കിൽ പഴയതുപോലെ നിങ്ങൾക്ക് ജീവിക്കാം. അതല്ല എങ്കിൽ നിങ്ങളെല്ലാവരും ആ സൂപ്പർ ഹീറോസിന്റെ കയ്യിൽ പെട്ടുപോകും. ഇവിടെ ലീഗ് ഓഫ് വില്ലൻസിനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല. അവരാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി പരസ്പരം നോക്കും. ആ സൈക്കോ പെണ്ണ് പറയും, ഒരുപക്ഷെ ആ ബ്രോക്കറിനെ കൊന്നിട്ടാണ് അവർ ഇപ്രകാരം പറയുന്നതെങ്കിലോ നമ്മൾ അവിടേക്ക് പോകുന്നത് വേസ്റ്റ് ആവില്ലേ? ഉടനെ അവരാണെങ്കിൽ ഇപ്പൊ ഡോക്ടറിനെ വിളിച്ച് കാര്യം പറയും. ആ ഒരു ട്രൈബൽ മാൻ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രോക്കറിനെ ഒരു സ്പെഷ്യൽ ടീം പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയും. അങ്ങനെ ആ വലിയ ഡിസ്കഷന്റെ അവസാനത്തിൽ ഡോമർ പയ്യനും ടീമും ആ ഒരു വലിയ ടീമിനെ തകർക്കാനായി തീരുമാനിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.